യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗവും ഇതുവരെ അണുവിട വ്യതിചലിച്ചിട്ടില്ല. അവരുടെ പൊസിഷൻസിൽ നിന്നും എത്ര സമ്മർദ്ദപ്പെടുത്തിയാലും തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാൻ തയ്യാറല്ല. ഇത് ഇറാൻ്റെ ഔദ്യോഗികമായ പൊസിഷനാണ്. പിന്നെ ദീർഘദൂര ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തിനും, ലോകത്തൊരു രാജ്യത്തോടും മറ്റാർക്കും പറയാനാവില്ല നിങ്ങളുടെ മിസൈലുകൾ, റോക്കറ്റുകൾ, ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയാനാവില്ല. ഇറാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം വൈൽ അമേരിക്ക വാണ്ട്സ് ടു സ്പീഡ് അപ്പ് ദി പ്രൊസീഡിങ്സ്. ഇറാൻ ആണവ കരാറിൽ നിന്നും പുറത്തുപോയി എന്ന പ്രചരണം ശരിയല്ല. അമേരിക്ക തന്നെയാണ് ആണവ കരാർ ഏകപക്ഷീയമായി വേണ്ടെന്ന് വെച്ചത്. അന്ന് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പല സമിതികളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയതും അപ്പോൾ തന്നെയാണ്. ഇറാൻ്റെ ആണവ പദ്ധതി മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ്. പക്ഷേ ആണവ പദ്ധതി വിനാശകാരിയാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ആദ്യ ലെവൽ സേഫ് ഗാർഡാണ് IAEA. എക്കാലത്തും ഇറാൻ പുലർത്തിയിരുന്ന ആ ഒരു ശാന്തത അല്ലെങ്കിൽ മെല്ലപ്പോക്ക്, ഇത് നയതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മെല്ലപ്പോക്ക് എന്ന് പറയുന്നത്, പെട്ടെന്നൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നയതന്ത്രം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമല്ല. അമേരിക്കയുടെ നിലനിൽപ്പ് ഇവിടെ ബാധിക്കുന്നില്ല. ഇറാൻ അങ്ങനെയല്ല. നിലനിൽപ്പ് അപകടത്തിലായ ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാൻ അമേരിക്ക വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക ചർച്ച നടക്കുന്നു. രണ്ടാം ഘട്ട ചർച്ചയാണ്. ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇപ്പോൾ ഇറാൻ നിലപാടിൽ അയവ് വരുത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇറാൻ അങ്ങനെ വഴങ്ങുമോ അമേരിക്കയ്ക്ക്? ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ഇതാ ചർച്ചകൾ, ഇറാൻ അമേരിക്ക ചർച്ചകൾ യൂറോപ്പിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴിതാ ജനീവയാണ് ചർച്ചകളുടെ വേദി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കേണ്ട ചർച്ചകൾ. ആ ചർച്ചകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗവും ഇതുവരെ അണുവിട വ്യതിചലിച്ചിട്ടില്ല. അവരുടെ പൊസിഷൻസിൽ നിന്നും കൃത്യമായ പൊസിഷൻസ് ആദ്യം ഒരിക്കൽ കൂടി, പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ള പൊസിഷൻസാണ്, ഒരിക്കൽ കൂടി അത് സൂചിപ്പിക്കട്ടെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ആണവ ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ആണവ സമ്പുഷ്ടീകരണം, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതോടൊപ്പം ഇസ്രയേലിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള മുതലായ പ്രോക്സികൾക്ക് നൽകുന്ന സഹായം ഇറാൻ അവസാനിപ്പിക്കണം, നിർത്തിവെക്കണം. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിൽ കാര്യമായ കുറവ് വരുത്തണം. അതൊരു പ്രഹരശേഷി ഉണ്ടാവുന്നില്ല, അയൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇസ്രയേലിന് അത് ഭീഷണിയാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് അമേരിക്കയുടെ പൊസിഷനിങ് ആണ്. ഇറാൻ്റെ പൊസിഷൻ വളരെ ക്ലിയറാണ്. ഇറാൻ വ്യക്തമായി പറയുന്നു, ആണവ വിഷയത്തിൽ സംസാരിക്കാം, നിങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ. അത് ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടല്ല. ആണവ സമ്പുഷ്ടീകരണം ദോഷകരമാകാത്ത രീതിയിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ആണവ സമ്പുഷ്ടീകരണം പരിമിതമായ തോതിൽ ഉണ്ടാവണം. അത് ഞങ്ങൾ തുടരും. എത്ര സമ്മർദ്ദപ്പെടുത്തിയാലും തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാൻ തയ്യാറല്ല. ഇത് ഇറാൻ്റെ ഔദ്യോഗികമായ പൊസിഷനാണ്. അതിൽ കടുകിട ഇതുവരെ വ്യതിചലനം ഉണ്ടായിട്ടില്ല. ചർച്ചയാകാം എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു കൺസെഷൻ. ചർച്ച വേണ്ട എന്ന് പറയുന്നില്ല, ചർച്ചയാകാം. ഇതിൻ്റെ ഉള്ളടക്കം ഇത് മാത്രം, മറ്റൊന്നും തന്നെ. നേരത്തെ അമേരിക്കൻ താല്പര്യങ്ങൾ പറഞ്ഞതുപോലെ ഹൂതികളെ, ഹിസ്ബുള്ളയും ഹമാസിനെയും സഹായിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ ഒന്നും പറയുന്നില്ല. കാരണം അവരെ ഇപ്പോൾ ഇറാൻ സഹായിക്കുന്നില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്, ഔപചാരിക നിലപാട്. നമുക്കറിയാം ഇറാൻ എക്കാലത്തും സഹായിച്ചിട്ടുണ്ട്, ഇപ്പോൾ സഹായിക്കുന്നില്ല എന്നതാണ് ഇറാൻ്റെ നിലപാട്. അപ്പോൾ പിന്നെ ആ ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. പിന്നെ ദീർഘദൂര ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തിനും, ലോകത്തൊരു രാജ്യത്തോടും മറ്റാർക്കും പറയാനാവില്ല നിങ്ങളുടെ മിസൈലുകൾ, റോക്കറ്റുകൾ, ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഇറാൻ ആ ഒരു പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയെ, ഇപ്പോൾ ഒമാനിൽ നിന്നും യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? സെയിം ടീം, സെയിം മീഡിയേറ്റർ, പക്ഷേ വെന്യൂ മാത്രം വ്യത്യാസം. അതുകൊണ്ട് കാര്യമായ ഒരു പുരോഗതി ഇതുവരെയില്ല. രണ്ട് പക്ഷത്തും പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഒരു ആക്രമണത്തിനുള്ള ഒരു കുറച്ചുകൂടെ മയപ്പെടുത്തുന്നതിന് വേണ്ടി ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമാവധി ആക്രമണ സാധ്യത നീട്ടിക്കൊണ്ടു പോവുക. അമേരിക്കയ്ക്കാണെങ്കിൽ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ പറയുന്ന കപ്പലിലുള്ള സൈനികരുടെ, കരയിലുള്ള അമേരിക്കൻ സൈനികരുടെ ദീർഘദൂരം
എവേ ആയിട്ടാണ് അവർ വസിക്കുന്നത്. ഇവരുടെ എല്ലാം മൊറാൽ, ആത്മവീര്യം ഉയർത്തി നിർത്തുന്നതിന് ഈ പറയുന്ന ഈ ഒരു കാലതാമസം എത്രത്തോളം സഹായകരമാകും. ഇതുകൊണ്ടാണ് ഇതൊരു ഇറാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം വൈൽ അമേരിക്ക വാണ്ട്സ് ടു സ്പീഡ് അപ്പ് ദി പ്രൊസീഡിങ്സ്. ആ രീതിയിലാണ് നിൽക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫും ജാറഡ് കുഷ്ണറും അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നു. ഇറാൻ്റെ വിഖ്യാതനായ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി, അദ്ദേഹം നയതന്ത്ര രംഗത്തെ ഒരു വിസ്മയമാണ്. അദ്ദേഹമാണ് ഇറാനെ ഭൂതകാലത്തെല്ലാം തന്നെ നയതന്ത്ര ചർച്ചകളിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു കരിയർ ഡിപ്ലോമാറ്റ് കൂടി ആയിരുന്നു അദ്ദേഹം. ആ രീതിയിലാണ് ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇറാൻ മയപ്പെട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ആണവ പദ്ധതിയിൽ കവിഞ്ഞ് ഒന്നും ചർച്ചയ്ക്കെടുക്കില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട്? ഈ കൺസെഷൻസ് എന്ന് പറയുന്നത്, ഇത് കൺസെഷൻ പരമ്പരാഗതമായ അർത്ഥത്തിലല്ല, മറിച്ച് വിട്ടുവീഴ്ചകൾ ഇരുഭാഗത്തും ഇല്ലാതെ ഒരു ചർച്ചയ്ക്കും ആത്യന്തികമായി പരിസമാപ്തിയിലെത്താൻ ആവില്ല. ചർച്ച അലസിപ്പിരിക്കുക എന്നതല്ലാതെ അമേരിക്കയ്ക്ക് ചെയ്യാവുന്ന ചില വിട്ടുവീഴ്ചകളുണ്ട്. ഇറാൻ സാമ്പത്തിക ഉപരോധം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കടുത്ത ഉപരോധമാണ്. ഇറാൻ്റെ ഒരു തുള്ളി എണ്ണ വിൽക്കാൻ അനുവദിക്കില്ല എന്നതാണ് അമേരിക്കയുടെ ലേറ്റസ്റ്റ് നിലപാട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വരുമാനമുണ്ടാക്കണം, അവരുടെ ജനങ്ങൾക്ക് ന്യായമായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കണം, പാർപ്പിടം, വസ്ത്രം, ആഹാരം ലഭിക്കണം. അതിന് എണ്ണ വിറ്റ് കിട്ടിയ പണം ആവശ്യമാണ്. അതുകൊണ്ട് ഉപരോധത്തിൽ ചെറിയ ഇളവെങ്കിലും വരുത്താൻ അമേരിക്ക തയ്യാറായില്ല എങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഓഫറായിട്ടെങ്കിലും വെച്ചില്ല എങ്കിൽ, ഒരുപക്ഷെ ഇപ്പോഴത്തെ പോലെ കടുത്ത ഉപരോധം, ഇതിപ്പം അമേരിക്ക ഉപരോധം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യുദ്ധക്കപ്പലുകളുണ്ട്. അതുപോലെ മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നു ഒമാൻ ഉൾക്കടലിൽ. വലിയ രീതിയിലുള്ള സേനാവിന്യാസം, മോക്ക് ഡ്രിൽ, ഇതെല്ലാം തന്നെ മാക്സിമം പ്രഷർ. ഇത് അമേരിക്കൻ ടാറ്റിക്സാണ്. ഒരു വശത്ത് അത് നടക്കുമ്പോൾ, ഉപരോധം കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെറിയ കൺസെഷൻ, ഇതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുന്നത്. ചെറിയ കൺസെഷനൊക്കെ ചെയ്തുകൊണ്ട് മറുപക്ഷത്തിന് ചെറിയൊരു പ്രലോഭനം കൂടി നൽകുക എന്നതാണ് ഉദ്ദേശം. ഇറാൻ്റെ ഭാഗത്തും അങ്ങനെയുള്ള ചില കൺസെഷൻസ് ആകാം. ഇറാൻ ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇറാനിൽ പ്രവർത്തിക്കാൻ ആത്യന്തികമായി ഒരു അവസരം കൊടുത്തുകൂടായികയില്ല. അതവരുടെ പ്രഖ്യാപിത നിലപാടിനെതിരാണ്. പക്ഷേ അങ്ങനെ തുറന്നു പറയാനുമാവില്ല ചർച്ചയുടെ ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ചില പ്രതീക്ഷകൾ അമേരിക്കയ്ക്ക് വൻ നിക്ഷേപം നടത്താൻ എണ്ണ പര്യവേഷണ രംഗത്ത്, അല്ലെങ്കിൽ ഓയിൽ ഡ്രില്ലിംഗ്, മൈനിങ് രംഗത്ത് ഒക്കെ വലിയ രീതിയിൽ അമേരിക്കൻ മുതൽ മുടക്കിനുള്ള സാഹചര്യം, ദാറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. ഇറാൻ അടിസ്ഥാന സൗകര്യം വികസിക്കും, അതേസമയം ഇറാൻ്റെ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. അത് ബാഹ്യ ഉപരോധമില്ലാതെ ബാഹ്യ വിപണിയിൽ വിൽക്കാനും കഴിയും. അതിൻ്റെ ഒരു പങ്ക് ഇറാന് മുതലായി കിട്ടുകയും ചെയ്യും. പക്ഷേ അത് അഭിമാനം വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണോ എന്ന സംശയമാണ്. ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ചകളേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കൺസെഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗവും അവരുടെ സെറ്റ് പൊസിഷനിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഒരിഞ്ച് മുന്നോട്ട് പോവില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു കാര്യമുള്ളത്, അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് മുൻപായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നതാണല്ലോ. പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവാകുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അത് ഇറാൻ മയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണോ? വളരെ നിർണായകമായ ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, IAEA. അപ്പം ആണവ സമ്പുഷ്ടീകരണം നടക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആണവ റിയാക്ടറുകൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ IAEAയുടെ നിരീക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ പരിശോധനകൾ കാലാകാലങ്ങളിൽ നടക്കും. ഇറാനിലും അതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം പരിശോധനകൾക്കായി IAEA ഉദ്യോഗസ്ഥന്മാർക്ക് ഇറാൻ്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്ന ആരോപണമാണ് ഡൊണാൾഡ് ട്രംപ് മുൻകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതൊരു വെറും പ്രഹസനമാണ്. ഇറാൻ പൂർണ്ണമായി IAEAയോടും UN സഹകരിക്കുന്നില്ല. ഇതൊരു ആരോപണമാണ്. അതുകൊണ്ടാണ് 2015 അന്ന് ബറാക്ക് ഒബാമ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇറാനുമായി ഒപ്പുവെച്ച ഒരു ധാരണ, ഇറാനുമായി മാത്രമല്ല, അമേരിക്ക, ഇറാനാണ് മുഖ്യകക്ഷികൾ എങ്കിൽ പോലും P5 അംഗങ്ങൾ റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ആ രാജ്യങ്ങൾ കൂടി പങ്കെടുത്ത ചർച്ചയ്ക്കൊടുവിൽ ഒപ്പുവയ്ക്കപ്പെട്ട സമഗ്ര ആണവ കരാർ. അപ്പോൾ അങ്ങനെ ഒരു ആണവ കരാർ ഉണ്ടായിരുന്നു. ആ ആണവ കരാറാണ് ഫലപ്രദമല്ല എന്ന് കണ്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ആദ്യ ഊഴത്തിൽ 2018 അത് ഏകപക്ഷീയമായി സ്ക്രാപ്പ് ചെയ്തത്. അപ്പോൾ ഇറാൻ ആണവ കരാറിൽ നിന്നും പുറത്തു പോയി എന്ന പ്രചരണം ശരിയല്ല.
അമേരിക്ക തന്നെയാണ് ആണവ കരാർ ഏകപക്ഷീയമായി വേണ്ടെന്ന് വെച്ചത്. അന്ന് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പല സമിതികളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയതും അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് പല വ്യവസ്ഥകളിലും വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് ഇറാൻ്റെ ആണവ പദ്ധതി മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ്. പക്ഷേ ആണവ പദ്ധതി വിനാശകാരിയാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ആദ്യ ലെവൽ സേഫ് ഗാർഡാണ് IAEA. ഇപ്പോഴിതാ അമേരിക്കയുമായി ചർച്ചയ്ക്ക് മുൻപ് തന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നു. പക്ഷേ അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾക്ക് ഉപരിയായി IAEAയുമായിട്ടൊരു ധാരണയിലെത്താൻ ഇറാന് കഴിയില്ല. കാരണം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഏതാണ്ട് പൂർണ്ണമായി മോറിബണ്ട് ആൻഡ് മീനിങ്ലെസ് എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എത്രത്തോളം ഫലപ്രദമാകും ഈ ഒരു ചർച്ചകൾ, ഒരുപക്ഷെ വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ എന്തെല്ലാം രീതിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇറാന് മനസ്സിലാക്കാൻ കഴിയും. അവർ പ്രതീക്ഷിക്കുന്നത് ഒരു ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് ഇന്ന കാര്യങ്ങൾ അതീവ വിനാശകരിയാകും, അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ കുറവ് വരുത്തിയെങ്കിലേ പറ്റൂ, നിങ്ങൾക്ക് അങ്ങനെയുള്ള സൂചനകൾ നൽകാനാകും. അതിനുവേണ്ടിയാണോ ചർച്ച എന്നറിയില്ല. കാരണം ആണവ വിഷയത്തിൽ ചർച്ചയാകാമെന്ന് ഇറാൻ്റെ നിലപാട്, അത് അമേരിക്ക ഉദ്ദേശിക്കുന്നതാവില്ല. ആണവ പദ്ധതി ഉപേക്ഷിക്കുക എന്നതല്ല, അതിന് മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങളിൽ തങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവും എന്ന് പരിശോധിക്കാനുള്ള ഒരു വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇറാൻ IAEA ഉദ്യോഗസ്ഥരെ കണ്ടു എന്ന് ചിന്തിക്കാനാണ് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നീതിയുക്തമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ജനീവയിൽ എത്തിയത് എന്നും ഭീഷണിക്ക് വഴങ്ങിയുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ നിലപാട് കടുപ്പിച്ച് തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഒരു സാധാരണ വിദേശകാര്യമന്ത്രിയല്ല, ഒരു കരിയർ പൊളിറ്റീഷ്യനുമല്ല. അദ്ദേഹം ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഡിഗ്രി വിഷയം, അദ്ദേഹം ഡിഗ്രി കോഴ്സിന് പഠിച്ച വിഷയം അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്. വളരെ യങ് സ്റ്റേജിൽ തന്നെ അത് മനസ്സിലാക്കിയ ആളാണ്. അതുപോലെ അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രമീമാംസ ഐച്ഛിക വിഷയമായിട്ട് എടുത്തു. അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ഉപവിഭാഗമാണ് പൊളിറ്റിക്കൽ തോട്ട്. അതിൽ അദ്ദേഹം ബ്രിട്ടനിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു ആളല്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കാലം ഇറാൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ, അമേരിക്കയുമായും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ഒരു കരിയർ ഡിപ്ലോമാറ്റ് എന്ന നിലയിലും അല്ലാതെയും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ്. തൻ്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ IRGCയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളുമാണ് അബ്ബാസ് അറാഖ്ചി. അതുകൊണ്ട് പ്രിഫറൻസസ് നന്നായി അറിയാം. അദ്ദേഹത്തിന് മറ്റൊരു വിഖ്യാതമായ ഇറാനിയൻ നയതന്ത്രം കൂടിയുണ്ട്. അതായത് നിരന്തരം തങ്ങളുടെ പൊസിഷൻ ആവർത്തിക്കുക. ഞങ്ങൾ എണ്ണ സമ്പുഷ്ടീകരണം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം തുടരും, പക്ഷേ അത് ആപത്താവില്ല, തങ്ങൾ അത് നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോൾ മറുപക്ഷം ചെറിയ രീതിയിലെങ്കിലും അത് വിയറിയാകും, അല്ലെങ്കിൽ ബോറടിക്കും, അല്ലെങ്കിൽ അതിലൊരു അർത്ഥശൂന്യത കണ്ടെത്തും. അപ്പം ഇവിടെയാണ് മറുപക്ഷം മാനസികമായി ചെറിയ തോതിൽ തന്നെ തകരാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ചില അനാവശ്യമായ കാര്യങ്ങളിലേക്ക്, ഒരുപക്ഷെ ചർച്ചയുടെ വഴിയിൽ നിന്നും ആക്രമണത്തിൻ്റെ വഴിയിലേക്കോ മറ്റെന്തെങ്കിലും സാഹസത്തിൻ്റെ വഴിയിലേക്കോ ലോകരാജ്യങ്ങളെ പിണക്കുന്ന വഴിയിലേക്കോ നീങ്ങും. ഇതാണ് എക്കാലത്തും ഇറാൻ പുലർത്തിയിരുന്ന ആ ഒരു ശാന്തത അല്ലെങ്കിൽ മെല്ലപ്പോക്ക്. ഇത് നയതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മെല്ലപ്പോക്ക് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നയതന്ത്രം. ഇപ്പം ട്രംപിൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് ജാരഡ് കുഷ്ണർ മരുമകനോടും സ്റ്റീവ് വിറ്റ്കോഫ് തൻ്റെ ഏജൻറ്റാണ്. പശ്ചിമേഷ്യ ഏജൻറ്റ് എന്ന് പറയുമ്പോഴും റഷ്യ വിഷയം പരിഹരിക്കാനും വിറ്റ്കോഫിനെ തന്നെയാണ് വിടുന്നത്. വിറ്റ്കോഫും സാമാന്യം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതൊരു തരം ഈ ഗോദയിൽ രണ്ട് മല്ലന്മാർ തമ്മിൽ മത്സരിക്കുന്ന പോലെയാണ്. അടിച്ചു വീഴ്ത്തുക, ഡിപ്ലോമസിയിൽ അടിച്ചു വീഴ്ത്തുക എന്നതാണ്. പക്ഷേ വെയിറ്റിംഗ് ഗെയിം കളിക്കാൻ പലപ്പോഴും അമേരിക്കൻ നെഗോസിയേറ്റേഴ്സിന് കഴിയുന്നില്ല. പരമാവധി സ്ട്രെസ് പ്രതിയോഗിച്ച് കൊടുത്തുകൊണ്ട് പെട്ടെന്നിടയിൽ നൗ ഓർ നെവർ ഇങ്ങനെയൊക്കെയുള്ള അൾട്ടിമേറ്റങ്ങൾ കൊടുക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ക്ഷമ കാട്ടുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ സാമാന്യം ശാന്തത കാട്ടുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് റൗണ്ടിൽ ഒരു ധൃതിയുമില്ല, സാമാന്യം ശാന്തത കാട്ടുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. പക്ഷേ പരമ്പരാഗത രീതിയെക്കുറിച്ചാണ്, ട്രംപിൻ്റെ രീതിശാസ്ത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ നയതന്ത്ര രീതികൾ തമ്മിലുള്ള പോരാട്ടമാണ്. രണ്ട് വിഭാഗത്തിനും വ്യക്തമായി അവരുടെ പ്രിഫറൻസസ് അറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ,
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമല്ല. അമേരിക്കയുടെ നിലനിൽപ്പ് ഇവിടെ ബാധിക്കുന്നില്ല. അമേരിക്ക എന്ന രാജ്യം ഈ യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കും. കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. അമേരിക്കയുടെ ആഭ്യന്തര വ്യവസ്ഥയ്ക്കോ ലോക രാഷ്ട്രീയത്തിലെ അതിൻ്റെ മേധാവിത്വത്തിനോ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഇറാൻ അങ്ങനെയല്ല. നിലനിൽപ്പ് അപകടത്തിലായ ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേക്സ് ആർ വെരി ഹൈ. അത് വലിയ പ്രസ്റ്റീജിൻ്റെ വിഷയമൊന്നുമല്ല, നിലനിൽപ്പിൻ്റെ വിഷയം തന്നെയാണ്. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അവിടെയാണ് വ്യത്യസ്തമായ തന്ത്രങ്ങൾ നയതന്ത്രത്തിൽ പുലർത്താൻ തയ്യാറാകേണ്ടത്. കാരണം വാട്ട് ഡസ് ട്രംപ് വാണ്ട്, വാട്ട് ഡസ് അമേരിക്ക വാണ്ട് എന്നുള്ളത് മാത്രമല്ല, വാട്ട് ഡസ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് വാണ്ട്. അപ്പം ഒരു കച്ചവടക്കാരൻ്റെ കണ്ണുകളെ ഉദ്ദീപിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കച്ചവട സാധ്യത മുന്നോട്ട് വയ്ക്കാനാവുമോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവരുടെ രണ്ട് വിഭാഗത്തിൻ്റെ പൊസിഷനിങ് എന്താണ്, താല്പര്യങ്ങൾ എന്താണ്. പക്ഷേ അവിടെ വാട്ട് ഈസ് ന്യൂ, ഈ വാട്ട് ഈസ് ന്യൂ എന്നത് ആര് മുന്നോട്ട് വയ്ക്കും? ചർച്ചയുടെ അജണ്ടയിൽ വാട്ട് ഈസ് ന്യൂ എന്നതില്ല. രണ്ട് വ്യക്തമായ അജണ്ടയാണ് ഇവർ നേരിട്ടല്ല ഇപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ ഒരു ചിന്ത ഇതാണ്, അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി മധ്യസ്ഥതയുടെ രൂപത്തിലുണ്ടാകും. രണ്ട് കൂട്ടരും അവരവരുടെ പൊസിഷൻസ് ഒമാൻ വിദേശകാര്യമന്ത്രിയെ അറിയിക്കുന്നു. അവരെന്നിട്ട് ഇരു ടീമുകളോടും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നു. ആ സ്റ്റേജ് കഴിഞ്ഞ് നേരിട്ട് മുഖാമുഖം ഒരു ടേബിളിൻ്റെ അപ്പുറവും അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ കൃത്യത വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ടാണ്, റിലേ ചെയ്തല്ല ഇൻഫർമേഷൻ പോകേണ്ടത്. ഡയറക്റ്റായി ചോദ്യം ഉത്തരം അല്ലെങ്കിൽ വാദം പ്രതിവാദം, അതാണ് ആത്യന്തികമായി വേണ്ട നെഗോസിയേഷൻ. അതിലേക്ക് എത്തി നിൽക്കും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുള്ളത്. സന്നിഗ്ധത ഇപ്പോഴും തുടരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നത് ശുഭോദർക്കമായ കാര്യവുമാണ്.